ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും TS Info ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഫാത്തിമ ലിബ 5th E. രാമേശ്വരത്തെ തെരുവുകളിൽ പത്രം വിറ്റ് നടന്നൊരു ബാലൻ ഇന്ത്യൻ യുവതിയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച കഥ. തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ഒരു പള്ളിയിമാമും രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്നവരെ കടത്തുവെള്ളത്തിൽ പുഴ കടക്കാൻ സഹായിച്ചിരുന്ന കടത്തുകാരനുമായ ജൈനുൽ ആബിദിന്റെ ഇളയ മകൻ അബുൽ ഫക്കീർ ജൈനുൽ ആബിദിനെ APJ അബ്ദുൽ കലാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറിയ കഥ. ഇന്ത്യയുടെ മിസൈൽ മാന്റെ ജീവിതകഥയെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം നമുക്ക്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയായ ദ വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തെ അറിയാത്തതായി ആരും ഉണ്ടാവുകയില്ല. ഇന്ത്യ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ കഴിഞ്ഞാൽ ഏറ്റവും പ്രചാരം ലഭിച്ച പുസ്തകമാണത്. ദ വിങ്സ് ഓഫ് ഫയറിനെ കുറിച്ച് പറയുമ്പോൾ നാം ആദ്യം ഓർക്കേണ്ട വ്യക്തിയാണ് അരുൺ തിവാരി. APJ അബ്ദുൽ കലാം എന്ന മഹാപ്രതിയുടെ ആത്മകഥ നമ്മുടെ കൈകളിൽ എത്താൻ കാരണമായ വ്യക്തി. സാധാരണ വ്യക്തികൾ ആത്മകഥ എഴുതുമ്പോൾ ഏതെങ്കിലും എഴുത്തുകാരുടെ സഹായം തേടാറുണ്ട്. എന്നാൽ അരുൺ തിവാരി ഒരു എഴുത്തുകാരനൊന്നുമല്ല. 1982 മുതൽ DRDOയിൽ കലാമിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു മിസൈൽ ശാസ്ത്രജ്ഞനായിരുന്നു. തന്റെ മേലുദ്യോഗസ്ഥന്റെ പ്രതിഭയും ലാളിത്യം നിറഞ്ഞ ജീവിതകഥയും മനസ്സിലാക്കിയ തിവാരി കലാമിന്റെ ആത്മകഥ രചനയ്ക്ക് തയ്യാറാവുകയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ വളരെയധികം പഠിക്കണമെന്ന് കലാമിന് ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്താണ് രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് ഒരു പാലം വരുന്നതും കടത്തുകാരനായ പിതാവിന്റെ വരുമാനം നിലക്കുകയും ചെയ്യുന്നത്. അതോടെ ആ കുടുംബം ഒന്നാകെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കലാമും ആ സമയത്ത് കുടുംബത്തിനായി വരുമാനം കണ്ടെത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും പഠിക്കണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നത്. രാമേശ്വരത്തെ ഒരു ക്ഷേത്രത്തിൽ രാവിലെ 4 മണിക്ക് ഗണിതം പഠിപ്പിക്കുന്ന വിവരമറിഞ്ഞ കലാം തന്റെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. രാവിലെ 3:30 എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോയി ഗണിതം പഠിക്കും. അതിനുശേഷം തന്റെ പിതാവ് ജോലി ചെയ്യുന്ന പള്ളിയിൽ പോയി പ്രഭാത പ്രാർത്ഥന നടത്തുകയും അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി അന്നത്തെ പത്രങ്ങൾ ശേഖരിച്ച് രാമേശ്വരത്തെല്ലാം വിതരണം ചെയ്യലുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതക്രമം. ഒരിക്കൽ പിതാവ് കലാമിനോട് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. പഠിക്കണമെന്ന് മറുപടി കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടമാണ് ഉണ്ടായത്. എന്നാലും അദ്ദേഹം കലാമിന്റെ ആഗ്രഹം അനുസരിച്ച് തൊട്ടടുത്ത ഗ്രാമത്തിലെ വിദ്യാലയത്തിലേക്ക് കലാമിനെ അയച്ചു. കലാം സ്കൂളിലെത്തിയപ്പോൾ തന്റെ ക്ലാസ് ഏതാണെന്ന് അറിയില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ക്ലാസ്സിന്റെ മുന്നിൽ പോയി നിന്നാൽ ആ അധ്യാപകൻ തന്നെ തന്റെ ക്ലാസ്സിലേക്ക് കൊണ്ടെത്തിക്കുമെന്നറിഞ്ഞ കലാമിനെ പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഗണിത അധ്യാപകൻ കലാമിനെ ക്ലാസ്സിലേക്ക് വിളിക്കുകയും നിന്റെ ക്ലാസ് ഏതാണെന്ന് ചോദിക്കുകയും ചെയ്തു. അറിയില്ല എന്ന് മറുപടി കേട്ടപ്പോൾ സ്വന്തം ക്ലാസ് അറിയാതെ നീയൊക്കെ എന്തിനാണ് സ്കൂളിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് ആ അധ്യാപകൻ പൊതുവെ തല്ലുകയാണ് ഉണ്ടായത്. തന്നെ തല്ലിയ അധ്യാപകനോട് കലാം പ്രതികാരം ചെയ്തത് കണക്കിൽ 100-ൽ 100 മാർക്ക് വാങ്ങിക്കൊണ്ടായിരുന്നു. സ്കൂൾ പഠനത്തിന് ശേഷം കലാം അന്വേഷിച്ചത് ഏറ്റവും ചിലവ് കുറഞ്ഞു പഠിക്കുന്ന കോളേജുകളെ കുറിച്ചായിരുന്നു. അങ്ങനെ തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ ഫിസിക്സിൽ അദ്ദേഹം അഡ്മിഷൻ നേടുകയും ചെയ്തു. കോളേജിലെ തന്റെ ഒഴിവു സമയങ്ങളിൽ കലാം ചിലവഴിച്ചിരുന്നത് ലൈബ്രറികളിലായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ വായിച്ചതാകട്ടെ ശൂന്യാകാശത്തെക്കുറിച്ചും വിമാനങ്ങളെക്കുറിച്ചുമുള്ള പുസ്തകങ്ങളും. തുടർന്ന് പഠനത്തിനായി MITയിൽ പഠിക്കാൻ ആഗ്രഹിച്ച കലാം അവിടെ ഏറ്റവും ചിലവ് കുറഞ്ഞ് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചു. MITയിലെ സ്കോളർഷിപ്പ് എക്സാം വിജയിച്ചാൽ പഠനത്തിന് ആവശ്യമായ സ്കോളർഷിപ്പ് ലഭിക്കുമെന്നറിഞ്ഞ കലാം അതിനുവേണ്ടി പരിശ്രമിക്കുകയും സ്കോളർഷിപ്പ് നേടുകയും ചെയ്തു. എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് 1000 രൂപ ഫീസ് അടയ്ക്കണമെന്നറിഞ്ഞ കലാം വിഷമത്തിലായി. അപ്പോൾ അദ്ദേഹത്തിന് താങ്ങായി വന്നത് സ്വന്തം സഹോദരിയായിരുന്നു. തന്റെ ആഭരണങ്ങൾ ഊരി നൽകി അവർ കലാമിന്റെ പഠനത്തിന് കൂടെ നിൽക്കുകയും ചെയ്തു. MITയിലെ പഠനത്തിൽ വിമാനങ്ങളെക്കുറിച്ച് വളരെയധികം പഠിക്കാൻ കലാമിന് കഴിഞ്ഞു. ഒരു പൈലറ്റ് ആകാൻ ആഗ്രഹിച്ച കലാമിനെ തേടിയെത്തിയത് 2 ഇന്റർവ്യൂകളായിരുന്നു. വ്യോമസേനയിലെ ഉയർച്ച സാധ്യതയുള്ള ഒരു ജോലിയും മറ്റൊന്ന് പ്രതിരോധ വകുപ്പിലെ ഒരു ജോലിയും. ഡെറാഡൂണിലും ഡൽഹിയിലുമായി നടക്കുന്ന 2 ഇന്റർവ്യൂകൾ. ഡെറാഡൂണിലെ ഇന്റർവ്യൂവിൽ 8 ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ കലാം 9ാമനായിരുന്നു. തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്നതായി അദ്ദേഹത്തിന് തോന്നി. തിരിച്ച് വീട്ടിലെത്തിയ കലാമിനെ കാത്തിരിക്കുന്നത് DDT&Pയിലെ ജൂനിയർ ശാസ്ത്രജ്ഞനായുള്ള നിയമന ഉത്തരവായിരുന്നു. വിമാനം പറത്തുവാനായില്ലെങ്കിലും അതിനെ സജ്ജമാകുന്ന ഭാഗമാകുന്നതിൽ കലാം സന്തോഷിച്ചു. DDT&Pയിലെ ആദ്യ വർഷത്തിൽ ഓഫീസ് ഇൻചാർജായ ആർ വരദരാജിന്റെ സഹായത്തോടെ ഒരു സൂപ്പർസോണിക് വിമാനം കലാം നിർമ്മിച്ചെടുത്തു. ഇന്ത്യൻ ഡിഫൻസ് കോഴ്സിലെ കലാമിന്റെ മികച്ച പ്രകടനം കണ്ട വിക്രം സാരാഭായ് അദ്ദേഹത്തെ ISROയിലേക്ക് ക്ഷണിച്ചു. ISROയിൽ എത്തിയതിനു ശേഷമാണ് കലാമിന്റെ ജീവിതം ആകെ മാറി മറിയുന്നത്. ആദ്യ പ്രോജക്റ്റുകളിൽ ചിലത് പരാജയപ്പെടുകയും ചിലതൊക്കെ ഗവൺമെന്റ് തള്ളിക്കളയുകയും ചെയ്തെങ്കിലും കലാം തോൽക്കാൻ തയ്യാറായിരുന്നില്ല. വിക്രം സാരാഭായ് എന്ന ഇന്ത്യയുടെ മഹാനായ ശാസ്ത്രജ്ഞന്റെ സ്വപ്നമായിരുന്നു
സ്വപ്നത്തിലേക്ക് പറന്നിറങ്ങാൻ അത് നിങ്ങൾക്ക് കൂട്ടാക്കും. നന്ദി.